ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. രാജ്യത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ഇന്ത്യ മുഴുവൻ നടന്ന ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഫലമായി ഉയർന്നു വന്ന ആശയങ്ങളുടെ പ്രതിഫലനമാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യയ്ക്കൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി എം.എൻ. റോയ്. ഇന്ത്യയ്ക്കൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച പാർട്ടി സ്വരാജ് പാർട്ടി. ഈ രണ്ട് ചോദ്യങ്ങളും PSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയ്ക്കൊരു ഭരണഘടന എന്ന ആശയം ആദ്യം ഉന്നയിച്ച INC സമ്മേളനം 1935 ബോംബെ സമ്മേളനം. അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയ്ക്കൊരു ഭരണഘടന എന്ന ആശയം ഔദ്യോഗികമായി അംഗീകരിച്ച INC സമ്മേളനമാണ് 1937 ഫൈസ്പൂർ INC സമ്മേളനം. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. സൈമൺ കമ്മീഷൻ. ഇന്ത്യയ്ക്ക് വേണ്ടി പുതിയ ഭരണഘടന പരിഷ്കാരങ്ങൾക്കായി 1927 നവംബറിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ ഇന്ത്യ എത്തിയത് 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷനിലെ അംഗങ്ങൾ 7 പേർ. ചെയർമാൻ സർ ജോൺ സൈമൺ ആയിരുന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയത് 1929 മാർച്ച് 3. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1930 മെയ് 27. സൈമൺ കമ്മീഷൻ ഇന്ത്യയ്ക്കു വേണ്ടി പുതിയ ഭരണഘടന പരിഷ്കാരങ്ങൾക്കായി 1927 നവംബറിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. ഇന്ത്യയിലെത്തിയത് 1928 ഫെബ്രുവരി 3. അംഗങ്ങൾ 7 പേർ. ചെയർമാൻ സർ ജോൺ സൈമൺ. തിരിച്ചുപോയത് 1929 മാർച്ച് 3. റിപ്പോർട്ട് സമർപ്പിച്ചത് 1930 മെയ് 27. INCയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചു. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ച പ്രതിനിധികൾ പൂനെയിൽ സമ്മേളിക്കുകയും ഭരണഘടന പരിഷ്കാരത്തിനായി മോത്തിലാൽ നെഹ്റുവിൻ്റെ കീഴിൽ ഒരു കമ്മിറ്റി നിയോഗിക്കുകയും ചെയ്തു. 1928 ഓഗസ്റ്റിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ഇത് നെഹ്റു റിപ്പോർട്ട് എന്നറിയപ്പെടുന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. ക്രിസ് മിഷൻ്റെ ലക്ഷ്യം പുതിയ ഭരണഘടനയെപ്പറ്റി ചർച്ച ചെയ്യുക എന്നതാണ്. ക്രിസ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1942 മാർച്ച് 22. ക്രിസ് മിഷനിലെ അംഗങ്ങൾ 3 പേർ. ചെയർമാൻ സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്രിസ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയി ലിൻലിത്തോ പ്രഭു. ക്രിസ് മിഷനെ ഇന്ത്യയിൽ അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. കോൺഗ്രസും മുസ്ലിം ലീഗും ക്രിസ് മിഷനെ ബഹിഷ്കരിച്ചു. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻതീയതിയിട്ട ചെക്ക് എന്നാണ് ക്രിസ് മിഷനെ ഗാന്ധി വിശേഷിപ്പിച്ചത്. ക്രിസ് മിഷൻ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ക്രിസ് മിഷൻ്റെ ലക്ഷ്യം പുതിയ ഭരണഘടനയെപ്പറ്റി ചർച്ച ചെയ്യുക. ക്രിസ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1942 മാർച്ച് 22. അംഗങ്ങൾ 3 പേർ. ചെയർമാൻ സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്രിസ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയി ലിൻലിത്തോ പ്രഭു. ക്രിസ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. കോൺഗ്രസും മുസ്ലിം ലീഗും ക്രിസ് മിഷനെ ബഹിഷ്കരിച്ചു. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ
പിൻതീതിയിട്ട ചെക്ക് എന്നാണ് ക്രിസ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. വേവൽ പ്ലാൻ. ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് വേവൽ പ്ലാൻ. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ചത് 1945 ജൂൺ 14. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയി വേവൽ പ്രഭു. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ സമ്മേളനമാണ് സിംല കോൺഫറൻസ്. വേവൽ പ്ലാൻ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് വേവൽ പ്ലാൻ. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ചത് 1945 ജൂൺ 14. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയി വേവൽ പ്രഭു. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ സമ്മേളനം അറിയപ്പെടുന്നതാണ് സിംല കോൺഫറൻസ്. ക്യാബിനറ്റ് മിഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യമാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 24. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ 3 പേർ: പെപ്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. ഇതിൽ ചെയർമാൻ പെപ്തിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് 1946 മെയ് 16. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയി വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷൻ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യമാണ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 24. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ 3 പേർ: പെപ്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. ഇതിൽ ചെയർമാൻ പെപ്തിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് 1946 മെയ് 16. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയി വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി.